നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പല ആളുകളും പല വീഡിയോയുടെ കമൻറ്റിൽ പറയുന്ന കാര്യമാണ് 2024 പെൻഷൻ ലഭിച്ചിരുന്നു, പക്ഷേ 2025 ജനുവരിയിൽ പെൻഷൻ ലഭിച്ചില്ല. സ്ഥിരമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പെൻഷൻ തടഞ്ഞു വച്ചിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതില്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും അനധികൃതമായാണ് പെൻഷൻ കൈപ്പറ്റുന്നതാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പല ആളുകളും പെൻഷന് അർഹതയില്ല, അവർ പെൻഷൻ പുറത്താക്കുകയാണ്. അതിൽ പ്രധാനമായി നോക്കുന്നത് അവരുടെ വീടിനെ കുറിച്ചാണ്. 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് പെൻഷന് അർഹതയില്ല. അതുപോലെ തന്നെ 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ അവർക്കും പെൻഷന് അർഹതയില്ല. അതുപോലെ തന്നെ 4 ചക്ര വാഹനമുള്ള ആളുകൾക്കും പെൻഷൻ അർഹതയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പെൻഷനിൽ നിന്ന് പുറത്തായേക്കാം. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നതാണ്. വാർഡ് മെമ്പർ, അതുപോലെ തന്നെ ആശാ വർക്കർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ മുഖാന്തരമാണ് അന്വേഷണം നടക്കുക. അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരെ പെൻഷനൊന്നും പുറത്താക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പെൻഷൻ എന്ത് കാരണം കൊണ്ടാണോ തടഞ്ഞു വെച്ചതെന്ന് ശ്രദ്ധിക്കുക. അതൊരു ഏക്കറിന് മേലെ ഭൂമിയുള്ള കാരണം കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചതെങ്കിൽ നമുക്ക് അത് കാർഷിക ഭൂമിയാണ് തെളിയിച്ച് നമുക്ക് അതിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂമിയാണെങ്കിൽ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഒരു പേപ്പർ ലഭിക്കും. ആ പേപ്പർ വെച്ച് നമുക്ക് ഈ പെൻഷൻ വീണ്ടും ലഭിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് 4 ചക്ര വാഹനമുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിത ഉപാധിയായുള്ള വാഹനമാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ രൂപത്തിലുള്ള വാഹനമാണെങ്കിൽ നമുക്ക് അക്കാര്യങ്ങൾ പഞ്ചായത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെയാണ് 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുള്ള ആളുകളാണെങ്കിൽ, അതിൽ മക്കൾ വെച്ച വീടുകളാണെങ്കിൽ അതും കാര്യങ്ങൾ പറഞ്ഞവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കുക. അവർ വരുന്ന സമയത്ത് നമുക്ക് 1 ഏക്കർ മേലെ ഭൂമി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനമുണ്ടെങ്കിൽ വീടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. എങ്കിലും അവർ വരുന്ന സമയത്ത് നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ല, നമ്മൾ വരുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അറിയാതെയാണ് അവർ അന്വേഷണം നടത്തിയതെങ്കിൽ നമ്മൾ പെൻഷൻ തടഞ്ഞതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ അറിയിക്കാൻ സാധിക്കും. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാം രൂപത്തിൽ നമുക്ക് അപ്പീൽ നൽകാൻ സാധിക്കും, എങ്ങനെ ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.